Question number 1. Question നോക്കാം. If the domain of the function f of x is equal to cos inverse of 2x minus 5 divided by 11 minus 3x plus sin inverse of 2x square minus 3x plus 1 is the interval, closed interval alpha comma beta, then alpha plus 2 beta is equal to. അപ്പൊ നോക്കിയേ മക്കളെ, ഇത് ശരിക്കും ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ കോൺസെപ്റ്റുകൾ കൂടി അതിനകത്ത് വന്നിട്ടുണ്ട്. ശരിയാണല്ലോ. അപ്പൊ ഈ ക്വസ്റ്റിനകത്ത് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആൽഫ പ്ലസ് 2 ബീറ്റ. ആൽഫ പ്ലസ് 2 ബീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആൽഫ വേണം, അതുപോലെ തന്നെ ബീറ്റ വേണം, അല്ലെ? അപ്പൊ എന്താ ഈ ആൽഫയും ബീറ്റയും? എഫ് ഓഫ് എക്സ് ആയിട്ട് അവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ കണ്ടുപിടിച്ചാൽ ആ ഡൊമൈന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അതാണല്ലോ ആൽഫയും ബീറ്റയും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എഫ് ഓഫ് എക്സിന്റെ ഡൊമൈൻ കണ്ടുപിടിക്കാം. ഇവിടെ എഫ് ഓഫ് എക്സിലെ 2 ടേംസ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. ശരിയാണല്ലോ. അതിനകത്ത് ഫസ്റ്റ് ടേം എടുത്ത് നോക്കി, അതൊരു കോസ് ഇൻവേഴ്സ് ഫംഗ്ഷനാ. നമുക്കറിയാം കോസ് ഇൻവേഴ്സിനുള്ളിലായിട്ട് എന്ത് നമ്മൾ കൊടുത്താലും അതൊക്കെ കോസ് ഇൻവേഴ്സിന്റെ ഡൊമൈനുള്ളിലുള്ള വാല്യൂ തന്നെ ആയിരിക്കണ്ടേ. കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1 ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കോസ് ഇൻവേഴ്സിനുള്ളിലായിട്ട് ഇവിടെ കാണുന്ന 2x minus 5 ഡിവൈഡഡ് ബൈ 11 minus 3x എന്ന് പറയുന്നത് -1 മുതൽ 1 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കണ്ടേ. സോ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x minus 5 ഡിവൈഡഡ് ബൈ 11 minus 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ശരിയാണല്ലോ. അപ്പൊ ആദ്യം നമുക്ക് ഈ ഇനിക്വാളിറ്റി ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം, അല്ലെ? ഈ ഇനിക്വാളിറ്റിക്ക് 2 പാർട്ടുകളുണ്ട്. ഒന്ന് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x minus 5 ഡിവൈഡഡ് ബൈ 11 minus 3x. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് 2x minus 5 ഡിവൈഡഡ് ബൈ 11 minus 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ അല്ലേ? ഇംപ്ലൈസ് ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, 2x minus 5 ഡിവൈഡഡ് ബൈ 11 minus 3x പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാമല്ലോ. ആൻഡ് അടുത്തത് 2x minus 5 ഡിവൈഡഡ് ബൈ 11 minus 3x മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, അല്ലെ? അപ്പൊ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്താൽ 6 minus x ഡിവൈഡഡ് ബൈ 11 minus 3x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് 5x minus 16 ഡിവൈഡഡ് ബൈ 11 minus 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. ശരിയല്ലേ? ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് വേവിക്കർ മെത്തേഡ് യൂസ് ചെയ്താലോ? ഇപ്പൊ ആദ്യം വന്നിരിക്കുന്ന ഇനിക്വാളിറ്റി സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം വേവിക്കർ മെത്തേഡ് യൂസ് ചെയ്യുന്നു. ഒരു നമ്പർ ലൈൻ വരയ്ക്കുന്നു, അല്ലെ? ആ നമ്പർ ലൈനിലേക്ക് ഈ വന്നിരിക്കുന്ന റാഷണൽ ഇനിക്വാളിറ്റിയിലെ ഓരോ ലീനിയർ ഫാക്ടറും 0 ആകുന്ന എക്സുകൾ മാർക്ക് ചെയ്യുന്നു, അല്ലെ? ഇവിടെ ന്യൂമറേറ്റർ 0 ആകണമെങ്കിൽ എക്സ് 6 ആകണം, ഡിനോമിനേറ്റർ 0 ആകണമെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 11/3 വരണം. ശരിയല്ലേ? 11/3യേക്കാൾ വലിയ നമ്പറാണ് 6 എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യം ഞാൻ 11/3 മാർക്ക് ചെയ്തു, രണ്ടാമത് 6 മാർക്ക് ചെയ്തു. ശരിയല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഇന്റർവെൽ എടുക്കാം. ഞാൻ ആദ്യത്തെ ഇന്റർവെൽ എടുക്കുന്നു, അതിൽ നിന്ന് 0 പിക്ക് ചെയ്യുന്നു. ഫസ്റ്റ് ഇന്റർവെലിൽ 0 വന്നിട്ടുണ്ട്. അപ്പൊ ആ 0 ഞാൻ ഈ ഇനിക്വാളിറ്റിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? എക്സിന് 0 കൊടുത്താൽ 6/11 എന്ന് കിട്ടും. 6/11 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 തന്നെയാണ്. അതായത് 0 എന്ന് പറയുന്ന വാല്യൂ ആ ഇനിക്വാളിറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ഈ ഫസ്റ്റ് ഇന്റർവെലിൽ സൊല്യൂഷൻ ഉണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അടുത്തതിൽ ഉണ്ടാകില്ല, അതിനടുത്തതിലും സൊല്യൂഷൻ ഉണ്ടാകും. ഇതല്ലേ വേവിക്കർ മെത്തേഡ്. അപ്പൊ ആദ്യത്തെ എഴുതിയിരിക്കുന്ന ഇനിക്വാളിറ്റി സോൾവ് ചെയ്താൽ നമുക്ക് -∞ to 11/3 അതുപോലെ 6 to infinity എന്ന് പറയുന്ന ഇന്റർവെൽ ആയിരിക്കും കിട്ടുക. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കേസ് നോക്കാം. രണ്ടാമത്തെ ഇനിക്വാളിറ്റി സോൾവ് ചെയ്യാനായിട്ട് അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? വേവിക്കർ മെത്തേഡ് എടുക്കുന്നു. അവിടെ വന്നിരിക്കുന്ന ഓരോ ലീനിയർ ഫാക്ടറും 0 ആകണമെങ്കിലോ ന്യൂമറേറ്റർ 0 ആകണമെങ്കിൽ 16/5 വരണം എക്സ്, അല്ലെ? ഡിനോമിനേറ്ററിലുള്ള ലീനിയർ ഫാക്ടർ 0 ആകണമെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 11/3 വരണം. ശരിയല്ലേ? 16/5നേക്കാൾ വലുതാണ് 11/3. അപ്പൊ 16/5 ആദ്യവും 11/3 രണ്ടാമതും കൊടുക്കുന്നു. ശരിയല്ലേ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ നമ്പർ ലൈൻ 3 ഇന്റർവെലുകളായിട്ട് മാറിയിട്ടുണ്ട്. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇന്റർവെൽ എടുക്കുക. ഞാൻ ആദ്യത്തെ ഇന്റർവെൽ എടുക്കുന്നു. ആദ്യത്തെ ഇന്റർവെലിൽ നിന്നും ഒരു നമ്പർ ചൂസ് ചെയ്യുന്നു. 0 ചൂസ് ചെയ്യാമല്ലോ, അല്ലെ? ആ 0 എടുത്ത് ഞാൻ ഈ ഇനിക്വാളിറ്റിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ മക്കളെ കിട്ടുക?
-16 ഡിവൈഡഡ് ബൈ 11 എന്ന് കിട്ടും. അത് ഉറപ്പായിട്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 തന്നെയാണല്ലോ. അതായത് 0 കൊടുത്തപ്പോൾ നമ്മുടെ ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട്. അപ്പൊ 0 നമ്മൾ എടുത്തിരിക്കുന്നത് ഏത് ഇന്റർവെൽ ആണോ ആ ഇന്റർവെലിൽ സൊല്യൂഷൻ ഉണ്ട് എന്നല്ലേ മനസ്സിലാക്കാൻ പറ്റുക. 0 നമ്മൾ ആദ്യത്തെ ഇന്റർവെലിൽ നിന്നാണ് എടുത്തത്, അവിടെ സൊല്യൂഷൻ ഉണ്ട്. അവിടെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അടുത്തതിൽ ഉണ്ടാകില്ല, അതിന്റെ അടുത്തതിൽ വീണ്ടും ഉണ്ടാകും അല്ലെ. ഇതാണ് വേവി കർവ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യണം. കാരണം ആൻഡ് ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, ശരിയല്ലേ? രണ്ടും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യണം. രണ്ടും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ രണ്ടിന്റെയും കൂടി ഇന്റർസെക്ഷൻ എടുക്കണം അല്ലെ. ഇന്റർസെക്ഷൻ എടുക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു നമ്പർ ലൈൻ വരച്ചു. ആ നമ്പർ ലൈനിലേക്ക് ഈ നമ്പേഴ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. 16/5 നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം, അതല്ലേ ഏറ്റവും ചെറിയ നമ്പർ. അത് കഴിഞ്ഞാൽ നമുക്ക് 11/3 വരുന്നുണ്ട്, ദെൻ 6 വരുന്നുണ്ട് അല്ലെ. ഇനി നോക്കിയ മക്കളെ, ആദ്യത്തെ കേസ്, ഫസ്റ്റ് കേസിൽ നമുക്ക് എക്സ് 11/3 താഴേക്ക് അല്ലെ. അപ്പൊ 11/3 താഴേക്ക് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. അതുപോലെ 6 വലുതാകണം, ശരിയല്ലേ? അപ്പൊ ഫസ്റ്റ് കേസിൽ എക്സ് ഒന്നുകിൽ 11/3 താഴേക്ക് വരാം, അതല്ലെങ്കിൽ 6 വലുതാകാം, ശരിയാണല്ലോ. ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ, സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസിൽ എക്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ 16/5 ചെറുതായിരിക്കണം. അപ്പൊ 16/5 താഴേക്ക് ഞാൻ ഷെയ്ഡ് ചെയ്തു. അല്ലെങ്കിലോ 11/3 വലുതായിരിക്കണം. അപ്പൊ 11/3 മുകളിലേക്കും ഞാൻ ഷെയ്ഡ് ചെയ്തു. കണ്ടോ, നമുക്ക് വേണ്ടത് ഇതിന്റെ രണ്ടിന്റെയും കൂടി ഇന്റർസെക്ഷൻ ആണ്. അതായത് ഓവർലാപ്പിംഗ് ഏരിയ അല്ലേ, റീജിയൻ അല്ലേ നമുക്ക് എടുക്കേണ്ടത്. ഓവർലാപ്പിംഗ് റീജിയൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. -∞ മുതൽ എവിടം വരെ 16/5 വരെയും, അതുപോലെ തന്നെ 6 മുതൽ ഇൻഫിനിറ്റി വരെയും അല്ലേ വന്നിരിക്കുന്നത് അല്ലെ. -∞ അവിടെ നമുക്ക് ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇൻഫിനിറ്റിയെ നമുക്ക് കൃത്യമായിട്ട് എടുത്തു വെക്കാൻ ആയിട്ട് പറ്റുന്ന ഒരു നമ്പർ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റി വരുന്നിടത്തൊക്കെ നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് ആണ് കൊടുക്കാറുള്ളത് അല്ലെ. ഇനി 16/5 കാര്യം നോക്കിയ മക്കളെ, 16/5 എക്സിന് 16/5 കൊടുത്താൽ ഇവിടെ ന്യൂമറേറ്റർ 0 ആകുമല്ലോ. ന്യൂമറേറ്റർ 0 ആകുന്നത് കൊണ്ട് തന്നെ LHS 0 ആയിട്ട് മാറുമല്ലോ. 0 = 0, അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വന്നിട്ടുണ്ട്. ഒന്നുകിൽ ലെസ് ദാൻ ആയാൽ മതി, അല്ലെങ്കിൽ ഈക്വൽ ടു 0 ആയാലും ആ ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എനിക്ക് 16/5 എടുക്കാൻ പറ്റും. അപ്പൊ ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കാം അല്ലെ. യൂണിയൻ. അടുത്ത ഇന്റർവെൽ നോക്കിയേ, 6ഉം എക്സിന് 6 കൊടുത്താൽ ഈ ഇനിക്വാളിറ്റിയിൽ ന്യൂമറേറ്റർ 0 ആകും, അതായത് LHS 0 ആകും. പക്ഷെ അവിടെ ഈക്വൽ ടു 0 ഇമ്പോസിബിൾ ആണല്ലോ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ 0 വന്നാലും ഓക്കെയാണ്. അതുകൊണ്ട് 6 നമുക്ക് എടുക്കാൻ പറ്റും. ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഇൻഫിനിറ്റിയുടെ അവിടെ ഓപ്പൺ ബ്രാക്കറ്റ്. അപ്പൊ നമുക്ക് മനസ്സിലായി, തന്നിരിക്കുന്ന f(x) എന്ന് പറയുന്ന ഫംഗ്ഷനകത്തെ ഫസ്റ്റ് ടൈം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എക്സിന്റെ വാല്യൂസ് നമ്മൾ ഈ രൂപത്തിൽ വേണം ചൂസ് ചെയ്യാൻ അല്ലെ. -∞ to 16/5 യൂണിയൻ 6 to ഇൻഫിനിറ്റി. ഇത് ക്ലിയർ ആയല്ലോ മക്കളെ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ ഒരു സെക്കൻഡ് ടേം ഉണ്ട്. അപ്പൊ ആ സെക്കൻഡ് ടേം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എക്സ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നും കൂടി നമ്മൾ നോക്കണമല്ലോ. അപ്പൊ ഇത് നമുക്ക് 1 എന്ന് കൊടുത്തേക്കാം. അടുത്ത സെക്കൻഡ് ടേം സൈൻ ഇൻവേഴ്സ് ഓഫ് 2x² - 3x + 1 എന്നല്ലേ അവിടെ സെക്കൻഡ് ടേം ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെയും ഒരു സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ സൈൻ ഇൻവേഴ്സിനുള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്ന എന്ത് ക്വാണ്ടിറ്റി ആണെങ്കിലും അത് സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈനകത്തുള്ള എന്തായിരിക്കണം, ഒരു നമ്പർ ആയിരിക്കണം. സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് -1 to 1 അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ സൈൻ ഇൻവേഴ്സിനുള്ളിലായിട്ട് അവിടെ വന്നിരിക്കുന്ന 2x² - 3x + 1 എന്ന് പറയുന്നത് -1 മുതൽ 1 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കണം, ശരിയല്ലേ മക്കളെ അല്ലെ. അപ്പൊ ഇവിടെയും രണ്ട് പാർട്ട് ഉണ്ട്. ഒന്ന് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x² - 3x + 1. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് എടുത്താൽ 2x² - 3x + 1 അല്ലെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ക്ലിയർ ആണല്ലോ മക്കളെ. ഇതിനകത്ത് ആദ്യത്തേതാ, എനിക്ക് 2x² - 3x + 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നെഴുതാമല്ലോ. അതുപോലെ സെക്കൻഡ് വൺ എടുത്താൽ രണ്ട് സൈഡിൽ നിന്നും x1 ക്യാൻസൽ ചെയ്താൽ 2x² - 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നല്ലേ എഴുതാൻ പറ്റുക. ഈ ആദ്യത്തെ ക്വാഡ്രാറ്റിക് ഒന്ന് നോക്കിയേ മക്കളെ. ഈ ആദ്യത്തെ ക്വാഡ്രാറ്റിക്കില് a എന്ന് പറയുന്നത് 2, അതായത് x² കോഎഫിഷ്യന്റ് 2 ആണ് അല്ലെ. അത് പോസിറ്റീവ് ആണല്ലോ. അതുപോലെ തന്നെ b² - 4ac എടുത്ത് നോക്കിയ മക്കളെ. b² - 4ac എടുത്താൽ -3 the whole square - 4 × 2 × 2 അല്ലെ, -7 എന്ന് കിട്ടും. അത് നെഗറ്റീവ് അല്ലേ. അപ്പൊ a പോസിറ്റീവ് ആണ്, b² - 4ac നെഗറ്റീവ് ആണ്. നമുക്കറിയാം അങ്ങനെ വരുന്ന എല്ലാ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻസും ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കില്ലേ.
അപ്പൊ അതുകൊണ്ട് തന്നെ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ഈ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും എന്നല്ലേ മനസ്സിലാക്കാൻ പറ്റുക. അതായത് നമുക്ക് ഏത് എക്സും എടുക്കാൻ പറ്റും എന്നല്ലേ പറയാൻ പറ്റുക. സോ എക്സ് ബിലോങ്സ് ടു ആർ. ഏത് എക്സ് എടുത്താലും ഈ ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത കേസിലേക്ക് പോയാലോ. അടുത്ത കേസിൽ ശരിക്കും ഒരു എക്സ് കോമൺ എടുത്താൽ എക്സ് ഇൻറ്റു 2x - 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് അല്ലെ. ഈ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷന്റെ സീറോസ് അല്ലെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ടുകളായിട്ട് വരുന്നത് 0യും 3/2 ശരിയാണല്ലോ. അപ്പൊ ക്വാഡ്രാറ്റിക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നായതുകൊണ്ട് എക്സിന്റെ വാല്യൂസ് ഇതിന്റെ റൂട്ടുകൾക്ക് ബിറ്റ്വീൻ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് എനിക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/2 എന്ന് പറയാം. ശരിയല്ലേ മക്കളെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ലെസ് ദാൻ 0 എന്ന് വരുന്നത് റൂട്ടുകൾക്ക് ബിറ്റ്വീൻ ഉള്ള എക്സുകൾക്കായിരിക്കും അല്ലെ. അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഗ്രേറ്റർ ദാൻ 0 എന്ന് വരുന്നത് റൂട്ടുകൾക്ക് ഔട്ട്സൈഡിലുള്ള എക്സ് വാല്യൂസിനായിരിക്കും. ശരിയാണല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ റൂട്ട്സ് 0യും 3/2 സോ എക്സിന്റെ വാല്യൂ 0ക്കും 3/2നും ബിറ്റ്വീൻ ആയിരിക്കും. ഉറപ്പാണല്ലോ? യെസ്. അപ്പോൾ രണ്ട് കേസുകൾ എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/2. നമുക്ക് എന്താ വേണ്ടത്? ഈ രണ്ടും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളാണല്ലോ. അതായത് ഈ രണ്ടിന്റെയും കൂടി ഇന്റർസെക്ഷൻ ആണല്ലോ അല്ലെ. ഇതിന്റെ രണ്ടിന്റെയും കൂടി ഇന്റർസെക്ഷൻ എടുത്താൽ നമുക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/2 എന്നല്ലേ വരിക. അത് 2 എന്ന് കൊടുത്തേക്കാം. ശരിയല്ലേ മക്കളെ? അല്ലെ. എക്സ് ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ട്. അടുത്ത കേസിലോ 0ക്കും 3/2നും ബിറ്റ്വീൻ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ 0യും 3/2 ആയിട്ട് വരുന്ന എക്സുകളാണ് ഉള്ളത്. ശരിയല്ലേ? അപ്പൊ അതൊരു സബ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്റർസെക്ഷൻ എടുത്താൽ ആ സബ്സെറ്റ് ആയിരിക്കില്ലേ കിട്ടുക. അപ്പൊ നോക്കിയടാ, നമ്മുടെ എഫ് ഓഫ് എക്സില് ഫസ്റ്റ് ടൈം അല്ലെ, ഫസ്റ്റ് ടൈം നമുക്ക് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എക്സ് എങ്ങനെ വരണം? ദാ ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ സെക്കൻഡ് ടൈം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എക്സ് നമ്മൾ എങ്ങനെ എടുക്കണം? ദാ ഈ രൂപത്തിൽ എടുക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അല്ലെ, ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും ഒരേപോലെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസും ഒരേപോലെ ശരിയാകുന്ന എക്സുകളല്ലേ നമുക്ക് വേണ്ടത്. അതായത് ഈ രണ്ട് കേസുകളുടെയും കൂടി ഇന്റർസെക്ഷൻ അല്ലേ വേണ്ടത്. ശരിയല്ലേ മക്കളെ? അല്ലെ. അപ്പൊ ആ ഇന്റർസെക്ഷൻ നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ. ജസ്റ്റ് ഒന്ന് നമ്പർ ലൈൻ വരയ്ക്കുക അല്ലെ. ആദ്യത്തെ കേസ് നോക്കുക. ആദ്യത്തെ കേസിൽ അവിടെ 16/5ഉം 6ഉം, രണ്ടാമത്തെ കേസിൽ 0യും 3/2. അപ്പൊ ഈ നമ്പറുകളൊക്കെ ഞാൻ നമ്പർ ലൈനിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നു. ആദ്യം 0 ഓർഡറിൽ തന്നെ മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞാൽ 3/2, അത് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ 16/5, ലാസ്റ്റിൽ 6, ദെൻ ഇൻഫിനിറ്റി. കണ്ടോ? അപ്പൊ ആദ്യത്തെ കേസ് അനുസരിച്ച് എക്സ് എങ്ങനെ വരണമെന്നാണ് നമുക്ക് മനസ്സിലായത്. 16/5ഉം അതിന് താഴേക്കുമാകാം. അപ്പൊ നമ്മളെ 16/5ഉം അതിന് താഴേക്കും ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നു. 16/5ഉം അതിന് താഴേക്കും ജസ്റ്റ് ഷെയ്ഡ് ചെയ്തു. കണ്ടോ? അല്ലെങ്കിലോ, അല്ലെങ്കിൽ 6 to ഇൻഫിനിറ്റി, 6 തൊട്ട് മുകളിലേക്ക് വരാം. അപ്പൊ 6 തൊട്ട് മുകളിലേക്ക് ഷെയ്ഡ് ചെയ്തു. അപ്പൊ 6ഉം ഇൻക്ലൂഡ് ചെയ്യാം, 16/5ഉം ഇൻക്ലൂഡ് ചെയ്യാം. ശരിയല്ലേ മക്കളെ? ഇനി നോക്കടാ, ഈ രണ്ടാമത്തെ കേസിൽ നോക്കിയേ. രണ്ടാമത്തെ കേസിൽ എക്സ് എന്ന് പറഞ്ഞാൽ 0ക്കും 3/2നും ബിറ്റ്വീൻ ആയിരിക്കണം. 0ക്കും 3/2നും ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ദാ ഈ ഏരിയ അല്ലെ. 0യും 3/2 ഇൻക്ലൂഡ് ചെയ്യാം, അവിടെ ഈക്വൽ ഉണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്നത്, അതായത് രണ്ട് ഷെയ്ഡിങ്ങും കൂടി ഓവർലാപ്പ് ചെയ്യുന്നത് എവിടെ തൊട്ട് എവിടെ വരിക? 0 to 3/2 ആണല്ലോ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്നത് ഡൊമൈൻ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവെൽ 0 to 3/2 എന്ന് വരത്തില്ലേടാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൽഫയായിട്ട് 0, ബീറ്റയായിട്ട് 3/2 അല്ലേ എനിക്ക് എടുക്കാൻ പറ്റുക. കണ്ടുപിടിക്കേണ്ടത് എന്താ? ആൽഫ പ്ലസ് 2 ബീറ്റ ഇസ് ഈക്വൽ ടു 0 പ്ലസ് 3. സോ ഫൈനൽ ആൻസർ ഇസ് ഈക്വൽ ടു 3 എന്ന് വരും. 3 ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ 2 ആണ്.